വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC ആയിട്ട് റിലേറ്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചാലാണ്. കാരണം കറണ്ട് അഫെയർസ് നമുക്കറിയാതെ ഒരു മേജർ പാർട്ട് ഓഫ് ദി സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല മാധ്യമങ്ങളിലും എല്ലാം കാണുന്ന ഒരു ന്യൂസാണ് സോനം വാങ്ചുക്കിനെ പറ്റിയിട്ട്. അപ്പോൾ സോനം വാങ്ചുക്കിനെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരുന്ന എക്സാമിന്. അപ്പോൾ ആരാണ് അദ്ദേഹം എന്ന് നമുക്ക് ചെറിയൊരു അവയർനെസ് ഉണ്ടാക്കി പോവാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും PSCയുടെ ചോദ്യം ആയിട്ട് എങ്ങനെ വരാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ആരാണ് സോനം വാങ്ചുക് എന്ന് നോക്കാം. ഇന്ത്യൻ എഞ്ചിനീയറും വിദ്യാഭ്യാസ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമാണ് സോനം വാങ്ചുക്. അപ്പോൾ അദ്ദേഹം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കാം. അത് ലഡാക്കാണ്. അപ്പോൾ ലഡാക്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികളുമായിട്ട് എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ നടത്തുക എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ ഒരു സ്ഥാപനമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. സോനം വാങ്ചുക് സ്ഥാപിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് SECMOL, അതായത് സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സോനം വാങ്ചുക്കാണ്. SECMOL സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതെവിടെയാണ്? നമ്മൾ പറഞ്ഞു ലഡാക്കിലാണ് അദ്ദേഹം അത് സ്ഥാപിച്ചിരിക്കുന്നത്. സോനം വാങ്ചുക്കിന് 2018 ലഭിച്ച പ്രധാന പുരസ്കാരമാണ് രമൺ മഗ്സസെ പുരസ്കാരം. അപ്പോൾ അദ്ദേഹത്തിന് രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ച വർഷമാണ് 2018. സോനം വാങ്ചുക് ഏത് മേഖലയിൽ നൽകിയ സംഭാവനയ്ക്കാണ് പ്രശസ്തനായതെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ നൽകിയ സംഭാവനയ്ക്കാണ് അദ്ദേഹം പ്രശസ്തനായത്. സോനം വാങ്ചുക് വികസിപ്പിച്ച പരിസ്ഥിതി സൗഹൃദ ജലസംഭരണ സംവിധാനമാണ് ഐസ്തുബ. അതായത് ഈ ലഡാക്ക് എന്ന് പറഞ്ഞ മേഖല നമുക്കറിയാം മൊത്തം മഞ്ഞ് മൂടിയൊരു പ്രദേശമായിരിക്കും. അപ്പോൾ അവിടുത്തെ കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഐസ്തുബ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജലാശയങ്ങൾ, അതായത് ജലസേചനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു സംവിധാനമാണ് ഐസ്തുബ എന്ന് പറയുന്നത്. അത് അദ്ദേഹം വികസിപ്പിച്ചൊരു പരിസ്ഥിതി സൗഹൃദ ജലസംഭരണ സംവിധാനമാണ്. ഐസ്തുബ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ശൈത്യകാലത്ത് മഞ്ഞ് സംഭരിച്ച് വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിനാണ് ഐസ്തുബ ഉപയോഗിക്കുന്നത്. സോനം വാങ്ചുക്കിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമയാണ് 3 Idiots. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. 3 Idiotsൽ ആമീർ ഖാൻ്റെ കഥാപാത്രം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും പറയുന്നുണ്ട്, അല്ലാന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോനം വാങ്ചുക്കിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിർമ്മിച്ചൊരു സിനിമയാണ് 3 Idiots. ഈ സിനിമയിലെ അദ്ദേഹത്തെ കഥാപാത്രമായിരുന്നു ഇത് പങ്സുക് വാങ്ഡു എന്ന കഥാപാത്രത്തിന് സോനം വാങ്ചുക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ലഭിച്ചതായിട്ട് പറയുന്നു. അതും കറക്റ്റാണോ എന്ന് ഇപ്പോഴും അറിയില്ല, ആണെന്നോ അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. സോനം വാങ്ചുക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയാണ് ഏത് പ്രദേശമാണെന്ന് വെച്ചാൽ ലഡാക്ക് ബേസ്ഡ് ആണ് അദ്ദേഹം അവിടെ പഠിച്ചത്. പക്ഷേ അവിടുത്തെ രീതികളുമായിട്ട് അദ്ദേഹത്തിന് ഒത്തുപോകാനായിട്ട് പറ്റിയിരുന്നില്ല. അവിടെ ഉറുദു ഭാഷയൊക്കെ ആയിരുന്നു മീഡിയമായിട്ടുണ്ടായിരുന്നത്. അതൊന്നും അദ്ദേഹത്തിന് യോജിച്ചു പോകാൻ പറ്റാവുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പഠനം കംപ്ലീറ്റ് ചെയ്തിട്ട് ഡൽഹിയിലേക്ക് മാറുകയാണ് ചെയ്തത്. അവിടെയാണ് എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ അദ്ദേഹം തീർത്തത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് ഈ പറയുന്ന സ്ഥാപനത്തിൽ കുട്ടികളെ ഒരു പാരലായിട്ട് പഠിപ്പിക്കുക, മൊത്തം വിദ്യാഭ്യാസം അല്ല എന്നാലും പാരലായിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടുത്തെ സംവിധാനങ്ങളും കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ് അവിടെ തുടർന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഭയങ്കരമായിട്ടും ഈ ഒരു സമയത്ത് ന്യൂസിലും കത്തി നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം ഒന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. സോനം വാങ്ചുക് ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരെന്താണ്? സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് എന്നാണ്. രമൺ മഗ്സസെ പുരസ്കാരം 2018 കിട്ടിയത്. ഐസ്തുബ എന്നാണ് ജലസംഭരണിയാണ്. അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ജലസംഭരണമാണെന്ത്? ഐസ്തുബ. പ്രധാന മേഖലയാണ് വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്രയും ഫേമസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.